ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 10.82 കോടി രൂപ അനുവദിക്കുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. തുടർ പ്രവർത്തനങ്ങൾ ബഹു MLAയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ക്യാമ്പ് തൃശ്ശൂർ പദ്ധതിയുടെ ഭാഗമായി രോഗനിർണയ ക്യാമ്പുകളും തുടർ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സേവന പശ്ചാത്തല മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും വ്യാവസായിക കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ടും ചാവക്കാട് നഗരസഭയിൽ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. തൊഴിൽ സംരംഭങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ ഉതകുന്ന ബജറ്റ് വൈസ് ചെയർമാൻ KK മുബാറക്കാണ് അവതരിപ്പിച്ചത്. ആകെ 106,39,156 രൂപ വരവും 102,69,77,708 രൂപ ചിലവും 3,67,15,448 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ചാവക്കാട് നഗരസഭയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിർമ്മിക്കുന്നതിന് ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നഗരസഭയിലെ 24-ാം വാർഡിലെ മിനി വാഗമൺ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം നിർമ്മിക്കുന്നത്. വയോജന സൗഹൃദ ഹാപ്പിനെസ് പാർക്കിനായി 1 കോടി രൂപയും 10 വർഷത്തിലധികം പഴക്കമുള്ള നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനായി 50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വഞ്ചിക്കടവിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിനായി 1 കോടി രൂപയും വകയിരുത്തി. പൂക്കുളം നവീകരണവും ലൈഫ് മിഷൻ മാലിന്യ സംസ്കരണം, വിശപ്പുരഹിത നഗരം, ലഹരിമുക്ത കേരളം എന്നിവയ്ക്കും ബജറ്റ് ഊന്നൽ നൽകി. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.